ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ നിങ്ങൾ കണ്ട പോലെ തന്നെ 4 വലിയ ബൾബ് വെളുത്തുള്ളി എടുത്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അതാ നല്ല തുടച്ചൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ 250 ml കപ്പിന് 1 കപ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിതാ ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നടുക്കൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് നരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതായത് മിക്സിയിൽ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കൂടെ തന്നെ ഇഞ്ചി വേണം, നമ്മൾ ഒരുപാട് ഇഞ്ചി എടുക്കുന്നില്ല കേട്ടോ, ഒരു 1/2 കപ്പിൻ്റെ അടുത്തോളം വന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ഇതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ജാർ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് അരച്ചെടുത്താലാണ് നല്ല പ്ലഫി പോലെ വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉരുണ്ടും ഒക്കെ ഇതെങ്ങനെ കിടക്കും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ തന്നെ വിനീഗറും 1/4 ടീസ്പൂൺ കല്ലുപ്പില്ല അതും കൂടി ചേർത്തിട്ട് അരച്ച് ഒന്ന് എടുക്കണേ. എന്നിട്ട് ഇതാ 15 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളിതാ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു 70% നമുക്കത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല മണാട്ടോ, അടിപൊളി വാസനയായിരിക്കും, നല്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ. നിങ്ങളത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. എന്നിട്ട് നമ്മൾ ഒരു 10 സെക്കൻഡ് കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്കുള്ള നമ്മളെ മയോണൈസൊക്കെ നമ്മൾ അടിച്ചെടുക്കൂലേ, ആ ഒരു സ്ട്രക്ചറായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കും കേട്ടോ. ഇതുപോലെ കണ്ടെയ്നറിലോ ചില്ലിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ രാത്രി സൂക്ഷിക്കാം, പകൽ ഫ്രിഡ്ജിലായിട്ട് സൂക്ഷിക്കാം കേട്ടോ, മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയ്ക്ക് ഭയങ്കര ക്ഷാമമല്ല, ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീട്ടമ്മമാർക്ക്. അപ്പോൾ അതാ മല്ലിയില മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കെട്ട് പോലെ ഉണ്ടാകും. ആ കെട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വെള്ളത്തിൽ നന്നായിട്ട് അലമ്പി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം 2 സ്ഥലം തണ്ടിൻ്റെ വശവും തുമ്പും നന്നായിട്ട് അലമ്പും മണലുണ്ടാവും, അഴുക്കൊക്കെ ഉണ്ടാവും, അത് കളയാനാണ്. പിന്നെ ചീഞ്ഞ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പാർട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടി എവിടെയെങ്കിലും വെച്ച് വെള്ളമൊക്കെ വാർന്നു പോകും. എന്നിട്ട് നമ്മൾ കിച്ചൺ ടിഷ്യൂ ഉണ്ടല്ലോ അതുകൊണ്ടോ ടവലുകൊണ്ടോ തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു സിബ്ലോക്കിൻ്റെ കവർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ സൂക്ഷിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഇതിൻ്റെ സ്മെല്ലൊന്നും ഫ്രീസറിലേക്കോ അങ്ങനെയൊന്നും കയറില്ല. അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മല്ലിയില നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫ്രീസറിലേക്ക് തന്നെ വെക്കാൻ മറക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മല്ലിയിലയും പുതിനയും രണ്ടും ഉണ്ട്, ഇപ്പോൾ മല്ലിയില മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 3 മാസമായിട്ട് എൻ്റെ അത്യാവശ്യ കാര്യത്തിൽ മാത്രം എടുക്കാനായിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. തീരെല്ലാതെ വരുന്ന സമയത്ത് ഇതിന്ന് ഞാൻ എടുക്കും, ഒരു കുഴപ്പമില്ല, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എടുത്ത ഉടനെ തന്നെ തിരിച്ച് വെക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുതേ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാസ്സലാമ.